ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പർ ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ STT5 ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, അത് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1. ചിത്രം ശ്രദ്ധിക്കൂ. ക്വസ്റ്റ്യൻ എ. ചിത്രത്തിൽ തന്നിരിക്കുന്ന ഘടകങ്ങളെ അനുയോജ്യമായ തലക്കെട്ട് നൽകി തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. നമുക്കിതിനെ എങ്ങനെ പട്ടികപ്പെടുത്താം? ഇത് ആവാസ വ്യവസ്ഥ, ജീവികൾ എന്നിങ്ങനെ 2 പട്ടികയായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ആവാസ വ്യവസ്ഥയിൽ മണ്ണ്, ജീവികളുടെ തുമ്പി അല്ലേ. ഇനി CDEF ആണ് നമുക്ക് പൂരിപ്പിക്കേണ്ടത്. ഇനി C വരുന്നത് നമുക്ക് കുളം എഴുതാം. കുളം ഒരു ആവാസ വ്യവസ്ഥയാണ്. D അതിലുള്ള ജീവിയാണ്, ഒരു തവള. പിന്നെ E മരം ഒരു ആവാസ വ്യവസ്ഥയാണ്, മരത്തിൽ ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട്. F ഒരു പക്ഷിയുടെ പേരെഴുതാം, നമുക്ക് ഏതെങ്കിലും ഒരു പക്ഷിയുടെ പേരെഴുതാം. ഈ ചിത്രത്തിലുള്ള പക്ഷികളുണ്ടല്ലോ, നോക്കിയേ, പക്ഷിയുടെ പേരെഴുതാം. ഓക്കെ. ഇനി ചോദ്യം B. ചിത്രത്തിലുള്ള ഏതെങ്കിലും ഒരു ജീവിയുടെ ആഹാര കാർഡ് തയ്യാറാക്കുക. ആഹാര കാർഡ് തയ്യാറാക്കുന്നത് നമുക്കറിയാമല്ലോ. ജീവിയുടെ പേരും ആഹാരം എന്താണെന്നും എഴുതണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉണ്ടല്ലോ അങ്ങനത്തെ പ്രവർത്തനം. അപ്പോൾ ജീവി ഞാൻ എടുക്കുന്നത് കൊക്കാണ്, അതിൻ്റെ ആഹാരം തവള, മീൻ, പുഴു. പ്രവർത്തനം 2. ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. ചോദ്യം എ. കൊതുക് പെരുകുന്ന ഒരു സാഹചര്യമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതുപോലെ മറ്റേതെങ്കിലും 2 രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ എഴുതുക. 1. ചപ്പുചവറുകൾ കൂട്ടിയിട്ടതിൽ ഈച്ച പെരുകുന്നു. 2. വൃത്തിയില്ലാത്ത ചുറ്റുപാടിൽ എലികൾ പെരുകുന്നു. ചോദ്യം ബി. കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതുക. കൊതുക് വലകൾ ഉപയോഗിക്കുക, കൊതുക് തിരി, ബാറ്റ് എന്നിവ ഉപയോഗിക്കുക. ചോദ്യം സി. രോഗങ്ങൾ പകരുന്നതുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ പ്രസ്താവനകൾ ശ്രദ്ധിക്കൂ. ശരിയായവ ഏതെല്ലാം? 1. വായുവിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണമാണ് ക്ഷയം. 2. ഭക്ഷണം വഴി വിരശല്യം പകരുന്നു. 3. കുഷ്ഠരോഗം പരത്തുന്നത് മനുഷ്യരാണ്. 4. മലിനജലം വഴി ഡെങ്കിപ്പനി പകരുന്നു. ഇതിലേതൊക്കെയാണ് ശരി? 1, 2 എന്നിവ ശരി, 1, 3 എന്നിവ ശരി, 1, 4 എന്നിവ ശരി, 2, 4 എന്നിവ ശരി എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. ഇതിലേതൊക്കെയാണ് മക്കളെ ശരിയായിട്ടുള്ളത്? ഇതിൽ 1, 3 എന്നിവയാണ് ശരി. അതായത് വായുവിലൂടെയാണ് ക്ഷയരോഗം പകരുന്നത്, കുഷ്ഠരോഗം മനുഷ്യരുടെ സമ്പർക്കം മൂലമാണ് പകരുന്നത്. പ്രവർത്തനം 3. താഴെ തന്നിരിക്കുന്ന ആഹാര ശൃംഖലാജാലം ശ്രദ്ധിക്കൂ. ചോദ്യം എ. തന്നിരിക്കുന്ന ആഹാര ശൃംഖലാജാലത്തിൽ നിന്ന് ഏതെങ്കിലും 2 ആഹാര ശൃംഖലകൾ എഴുതുക. നിങ്ങൾക്കിതിൽ നിന്ന് ഇഷ്ടമുള്ളത് എഴുതാം. ഞാൻ എഴുതിയത് നോക്കിക്കേ. ചെടിയെ പുഴു കഴിക്കുന്നു, പുഴുവിനെ തവള കഴിക്കുന്നു, തവളയെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ കഴുകൻ കഴിക്കുന്നു. അതുപോലെ ചെടിയിൽ നിന്ന് എലി ഭക്ഷണമാക്കുന്നു, എലിയെ പൂച്ച ഭക്ഷണമാക്കുന്നു, പൂച്ചയെ കുറുക്കൻ കഴിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ചോദ്യം ബി. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യ കണ്ണി ഏതായിരിക്കും? സസ്യാഹാരികൾ അല്ലെങ്കിൽ സസ്യമായിരിക്കും അല്ലേ. ചോദ്യം സി. നൽകിയിരിക്കുന്ന ആഹാര ശൃംഖലാജാലത്തിൽ നിന്ന് പാമ്പ് ഇല്ലാതായാൽ പരിസ്ഥിതിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? പാമ്പിൻ്റെ ആഹാരമായ തവള, എലി തുടങ്ങിയവ പെരുകുന്നു. പാമ്പിനെ ആഹാരമാക്കുന്ന കഴുകന് ഭക്ഷണം ഇല്ലാതെ വരുന്നു. പ്രവർത്തനം 4. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സസ്യത്തിലെ ഇലകളുടെ ക്രമീകരണ രീതി ശ്രദ്ധിക്കൂ. ഇത്തരത്തിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്ന മറ്റ് 2 സസ്യങ്ങളുടെ പേരെഴുതുക. തുളസി, പേരയ്ക്ക തുടങ്ങിയ ചെടികളിലും ഈ രീതിയിൽ തന്നെയാണ് ക്രമീകരണം വരുന്നത്. ചോദ്യം ബി. ഇങ്ങനെ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് സസ്യത്തിനുള്ള പ്രയോജനം എന്ത്? എന്താണ് മക്കളെ? സൂര്യപ്രകാശം നേരിട്ട് കിട്ടാൻ ഈ ക്രമീകരണം സഹായിക്കുന്നുണ്ട്. ഇനി ചോദ്യം സി. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ചിത്രീകരണമാണ് താഴെ നൽകിയിരിക്കുന്നത്. ABCD എന്നിവ തിരിച്ചറിഞ്ഞ് എഴുതുക. നോക്കിക്കേ. ആദ്യം എ എന്താണ്? എല്ലാവർക്കും അറിയാം. ചെടിക്ക് കിട്ടുന്നതാണല്ലേ. ആരോ മാർക്ക് നോക്കൂ, ചെടിയുടെ നേരെയാണ്. അപ്പോൾ ചെടിക്ക് കിട്ടുന്നത്, ചെടി സ്വീകരിക്കുന്ന ഒരു ഘടകമാണ് എ എന്ന് പറയുന്നത്. അതെന്താണ്? സൂര്യപ്രകാശമാണ്. ഇനി ബിയോ? ബി ചെടി പുറത്തു വിടുന്ന ഒരു ഘടകമാണ്. കണ്ടോ, ഓരോ മാർക്ക് പുറത്തേക്കല്ലേ. അപ്പോൾ ബി ഓക്സിജനാണ്. ഇനി സി നോക്കൂ. സി ചെടി സ്വീകരിക്കുന്നതാണ്. വീണ്ടും ചെടിയുടെ നേരെയാണ് ആരോ മാർക്ക് വരുന്നത്. അപ്പോൾ സി കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ചെടി സ്വീകരിക്കുന്നില്ലേ. ഇനി ഡി എന്താണ്? അതുപോലെ മണ്ണിലുള്ള മണ്ണ് ജലം അല്ലെങ്കിൽ ലവണം എന്നെഴുതാം. ജലം, ലവണം എന്നെഴുതാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചിത്രീകരണം പൂർത്തീകരിക്കേണ്ടത്.
പ്രവർത്തനം 5. പകർച്ചപ്പനി ബാധിച്ച് സ്കൂളിലെത്തിയ കുട്ടിയുമായി പൂർണ്ണമായും അടുത്തിടപഴകിയിരുന്ന കൂട്ടുകാരിൽ ഒരാൾക്ക് മാത്രം പനി ബാധിച്ചു. മറ്റേയാൾക്ക് പനി ബാധിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാണ് മക്കളെ? അയാൾക്ക് രോഗപ്രതിരോധ ശേഷി ഉള്ളതുകൊണ്ടാണ്. ഇനി ചോദ്യം ബി. പട്ടിക പൂർത്തിയാക്കുക. വാക്സിൻ്റെ പേരും രോഗവും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിനാണെന്നും തന്നിട്ടുണ്ട്. നോക്കിക്കുക, ആദ്യം BCG എടുക്കുന്നത് ക്ഷയരോഗം വരാതിരിക്കാനാണ്. പിന്നെ പോളിയോ വാക്സിൻ എടുക്കുന്നത് പോളിയോ രോഗം വരാതിരിക്കാനാണ്. MR വാക്സിൻ എടുക്കുന്നത് മീസിൽസ്, റുബല്ല എന്നീ 2 രോഗങ്ങൾ വരാതിരിക്കാനാണ്. ഇനി ചോദ്യം സി. 10ാം വയസ്സിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിൻ ഏതാണ്? TD വാക്സിനാണ്. അതായത് ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിനാണ് കേട്ടോ എടുക്കേണ്ടത്. പ്രവർത്തനം 6. ചിത്രീകരണം നിരീക്ഷിക്കൂ. ചോദ്യം എ. മാവിൻ കമ്പിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഈ സസ്യം ഏതാണ്? ഇത്തരം സസ്യങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരെന്ത്? ഈ സസ്യം ഏതാണ് മക്കളെ? മരവാഴയാണ്. ഇത്തരത്തിലുള്ള സസ്യങ്ങളെ നമ്മൾ എപ്പിഫൈറ്റ് എന്നാണ് പറയുന്നത്. ഇനി ചോദ്യം ബി. ഈ സസ്യത്തിൻ്റെ വേരുകളുടെ പ്രത്യേകതകൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായത് ഏത്? 1. ചെറിയ വേരുകൾ മണ്ണിൽ നിന്നും കട്ടി കൂടിയ വേരുകൾ മരത്തിൽ നിന്നും ജലം ആഗിരണം ചെയ്യുന്നു. 2. ചെറിയ വേരുകൾ സസ്യത്തെ മരത്തിൽ പറ്റിപ്പിടിക്കാനും കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്യാനും സഹായിക്കുന്നു. 3. കട്ടി കൂടിയ വേര് മണ്ണിൽ നിന്നും ചെറിയ വേര് മരത്തിൽ നിന്നും ജലം ആഗിരണം ചെയ്യുന്നു. 4. ചെറിയ വേരും കട്ടി കൂടിയ വേരും മരത്തിൽ നിന്ന് ജലം ആഗിരണം ചെയ്യുന്നു. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 1, 3 എന്നിവ ശരി, 1 മാത്രം ശരി, 2 മാത്രം ശരി, 2, 4 എന്നിവ ശരി. ഇതിൽ 2 മാത്രമാണ് എന്ത് ശരിയായിട്ടുള്ളത്. അതായത് ചെറിയ വേരുകൾ സസ്യത്തെ മരത്തിൽ പറ്റിപ്പിടിക്കാനും കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്യാനുമാണ് സഹായിക്കുന്നത്. അതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഇനി ചോദ്യം സി. മാവിൻ കൊമ്പിൽ ഇത്തിൾക്കണ്ണിയാണ് വളരുന്നതെങ്കിൽ മാവിന് എന്ത് സംഭവിക്കും? എന്തുകൊണ്ട്? ഇത്തിൾക്കണ്ണി ഒരു അർദ്ധപരാഗ സസ്യമാണ്. അതുകൊണ്ട് തന്നെ അത് മാവിൽ വളർന്നാൽ ക്രമേണ മാവിന് നാശം സംഭവിക്കുന്നതാണ്. പ്രവർത്തനം 7. രോഗങ്ങളെ അകറ്റാം. കോളറ, ഡെങ്കിപ്പനി, ക്യാൻസർ, പ്രമേഹം, മഞ്ഞപ്പിത്തം, ചിക്കുൻഗുനിയ, COVID-19, തലവേദന, ചെങ്കണ്ണ്, പല്ലുവേദന തുടങ്ങിയ രോഗങ്ങളുടെ പേരുകൾ അവിടെ തന്നിട്ടുണ്ട്. ഇനി ചോദ്യം എ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പതിച്ച ഒരു പോസ്റ്ററിൻ്റെ കുറച്ച് ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. പോസ്റ്റർ പരിശോധിച്ച് അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കുക. A, B, C, D, E, F 6 നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. 2 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, മഞ്ഞപ്പിത്തവും പല്ലുവേദനയും കേട്ടോ. നമുക്കിതിനെ പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ എന്നിങ്ങനെ വേർതിരിക്കാം. ആദ്യത്തെ കോളത്തിൽ പകരുന്ന രോഗങ്ങളാണ്. മഞ്ഞപ്പിത്തം പകരുന്നതാണ്, ചിക്കുൻഗുനിയയും COVID-19 എല്ലാം പകരുന്നതാണ്. ഇനി പല്ലുവേദന, ക്യാൻസർ, അതുപോലെ തലവേദന ഇതൊന്നും എന്താണ്? പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ചോദ്യം ബി. പകർച്ചവ്യാധികൾ പകരുന്ന ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതുക. കൊതുക് വഴിയും മനുഷ്യരുടെ സമ്പർക്കം വഴിയുമെല്ലാം പകർച്ചവ്യാധികൾ പകരുന്നതാണ്. ചോദ്യം സി. സസ്യങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും 2 പകർച്ചവ്യാധികളുടെ പേര് എഴുതുക. മൊസൈക്ക് രോഗം, കൂമ്പ് ചീയൽ ഇതെല്ലാം അതിനുദാഹരണങ്ങളാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ ഈ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഓരോന്നും എങ്ങനെയാണ് ആൻസർ ചെയ്യാന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, മറക്കാതെ പഠിച്ചു പോവുക. മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.